സർക്കാർ എടുത്തൊരു സ്റ്റെപ്പ് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. ഞങ്ങളുടെ വിത്തിൻ ഡേയ്സ് കോടതിയിൽ എനിക്ക് തോന്നുന്നത് ഹൈക്കോടതിയിൽ 7-ാം തീയതിയാണ് ഇതിൻ്റെ ഒരു പരാമർശം വരാൻ പോകുന്നത്. അതിനു മുമ്പ് തന്നെ കൃത്യമായ ഉത്തനേഷ്യ അടക്കമുള്ള വിഷയങ്ങളിലൊരു പ്രോട്ടോക്കോൾ നിശ്ചയിച്ചുകൊണ്ട് പിന്നെ അതന്നെ ഈ മീഡിയകളിൽ വരുന്നിടത്തൊരു വാർത്ത വരുന്നത് നായകളെ കൊല്ലാൻ ഉത്തരവ് കൊടുത്തു എന്നൊക്കെയാണ്. അങ്ങനെ അല്ല, അതിന് ഉത്തനേഷ്യക്ക് ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്. അത് ഏതൊക്കെ തരത്തിലാണ്, ഇപ്പോൾ മാരകമായ രോഗം വന്നിരിക്കുന്ന അല്ലെങ്കിൽ പിന്നെ അപകടകാരികളായിട്ടുള്ള നായ്ക്കളെയാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അതിന് തന്നെ ഒരു കമ്മിറ്റി ഉണ്ട്. പിന്നെ 7-8 പേര് വരുന്ന ആളുകളെ നിശ്ചയിച്ച് അവർ അതിന് അംഗീകാരം കൊടുക്കണം. എന്നാൽ മാത്രമേ ഉത്തനേഷ്യം നടക്കുള്ളൂ. ഒപ്പം പിന്നെ ABC സെൻ്ററുകൾ വർദ്ധിപ്പിക്കുക. മലപ്പുറത്ത് ABC ഇല്ല, ഒറ്റ ABC സെൻ്റർ ഇല്ല. അപ്പം മലപ്പുറം ജില്ലയും കോട്ടയത്തുമാണ് കേരളത്തിൽ ഇല്ലാത്തത്. അത് വരേണ്ടതുണ്ട്. പിന്നെ നായ്ക്കളുടെ ഷെൽട്ടർ ആലോചിക്കേണ്ടതുണ്ട്. പിന്നെ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് കേരളത്തിലെ തെരുവ് നായ്ക്കളുടെ ഇരട്ടിയോളം സ്ട്രേ ഡോഗ്സിൻ്റെ ഇരട്ടി പെറ്റ് ഡോഗ്സ് ഉണ്ട്. ഈ പെറ്റ് ഡോഗ്സിനെ പലപ്പോഴും ഇത് പ്രസവിക്കുമ്പോൾ കൂടുതൽ കുട്ടികളാവും. അപ്പോൾ ഇത് പതുക്കെ കൊണ്ടുവന്ന് എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് പ്രശ്നമുള്ളത്. ഇനി അത് കൃത്യമായി മോണിറ്റർ ചെയ്യും, അതിന് ടാഗ് ഉണ്ടാകും. അങ്ങനെ ചെയ്യുന്ന ആളുകളെ, ഡോഗ്സിനെ അങ്ങനെ ഉപേക്ഷിക്കുന്നവർക്കെതിരെ കടുത്ത പിഴയും ശിക്ഷയും ഉണ്ടാവും. അതൊക്കെയാണ് ഈ പുതിയ പ്രോട്ടോക്കോളിനകത്ത് അല്ലെങ്കിൽ പുതിയ എടുക്കുന്ന സമീപനത്തിനകത്ത് വരാൻ പോകുന്നത്. അത് വളരെ പെട്ടെന്ന് തന്നെ അത് ഇറങ്ങാൻ പോവുകയാണ്. മറ്റൊന്ന് ഈ PMCയുമായി ബന്ധപ്പെട്ട് രാജ്യസഭയിൽ അതൊരു വലിയ പ്രശ്നമാണ്. ഈ ആളുകളുടെ പ്രൊട്ടസ്റ്റ് ഭയങ്കര ഇഷ്യൂ ആണ് ഇതിനകത്ത്. അപ്പോൾ ഈ പിന്നെ പലയിടത്തും എല്ലാ MLA-മാരും ഒക്കെ ഇത് ചെയ്യണമെന്ന് പറയുമ്പോഴും നായയുടെ കടി ഭയങ്കരമാണെന്ന് അല്ലെങ്കിൽ അത് അപകടകരമായി വന്നുകൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഈ പ്രൊട്ടസ്റ്റ് വളരെ വലിയ പ്രശ്നമാണ്. ഇതിന് പരിഹാരം നമുക്ക് അതൊക്കെ ഉള്ളൂ. ഷെൽട്ടറുകളും ABCയും ഒക്കെ തന്നെ ഉള്ളൂ കാര്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ പ്ലാന്റേഷനകത്ത് പെർമിഷൻ, അതുപോലെ വനം എന്ന് വെച്ചാൽ ഈ വന്യമൃഗങ്ങളുള്ള ഭാഗമാണല്ല, വനഭൂമിയായി നോട്ടിഫൈ ചെയ്ത ഒഴിഞ്ഞ സ്ഥലങ്ങളൊക്കെ 1 ഏക്കറിൽ 1000-ഓളം ഡോഗ്സുകൾ നമുക്ക് പാർപ്പിക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഒരു പഞ്ചായത്തിന് ശരിക്കും പറഞ്ഞാൽ ഒരൊറ്റ ഷെൽട്ടർ ഉണ്ടെങ്കിൽ പ്രോബ്ലംസ് തീരും അവിടുത്തെ. അപ്പോൾ അത് എങ്ങനെ ജനങ്ങളെയും കൂടി കൺവിൻസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ശ്രമമാണ്. ഈ പ്രോട്ടോക്കോൾ ഈ രീതിയും പുറത്തു വരുന്നതോടുകൂടെ കുറേയൊക്കെ പഞ്ചായത്തുകളിൽ ഒരു അവയർ ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പൂർണ്ണമായി ചിത്രമായി, പക്ഷേ അത് പുറത്തിറങ്ങാനുള്ള ഒരു താമസം മാത്രമേ ഉള്ളൂ. പൂർണ്ണമായി ഞങ്ങൾ അതിൻ്റെ എല്ലാത്തരം മീറ്റിങ്ങുകളും ചേർന്നു. അവസാനം ഫൈനലൈസ് ചെയ്ത് ബിഫോർ 7th അത് ഇറക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. കാരണം 7th ഹൈക്കോടതിയിൽ ഇത് വരും. അതിനു മുമ്പ് ഞങ്ങൾ താഴേക്ക് കൊടുക്കും. PMCയുമായി ബന്ധപ്പെട്ട് രാജ്യസഭയിൽ P. അബ്ദുൽ വഹാബിന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് കേന്ദ്രമന്ത്രി നൽകിയ ഉത്തരം സംസ്ഥാനങ്ങൾക്ക് അതിൽ നിന്ന് പിന്മാറാൻ കഴിയും എന്നാണ്. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. കാരണം PMCയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിയമസഭയിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അസംബ്ലിയിൽ ക്യാബിനറ്റിൽ ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയുടെ തീരുമാനം വന്നതിന് ശേഷം മാത്രമേ അതിൽ ഔദ്യോഗികമായി കമൻറ്റ് ചെയ്യുന്നതിൽ അർത്ഥമുള്ളൂ. അതിനു മുമ്പ് നമുക്ക് പിന്നെ വേറെ വേണമെങ്കിൽ പലതും പറയാം. പക്ഷേ ഒരു മന്ത്രി എന്നുള്ള നിലക്ക് ക്യാബിനറ്റിൻ്റെ സ്പിരിറ്റിനെതിരായിട്ടാണ് ഞാൻ സംസാരിക്കുക എന്നുള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കണില്ല. അത് അറിയില്ല, അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം എങ്ങനെയാണ് സംഭവിച്ചത്. എനിക്കറിയാത്തൊരു കാര്യത്തിൽ, ഞാൻ കക്ഷിയില്ലാത്തൊരു കാര്യത്തിലും പറയേണ്ട കാര്യമില്ല. ഇന്നലെ പത്രക്കാർ ചോദിച്ചപ്പോൾ ഞാൻ കുഞ്ഞാൽ സാഹിബ് നേരത്തെ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. ഇന്നലെ ഷംസു ഉണ്ടായിരുന്നു, അവനോട് സംസാരിച്ചോളൂ അദ്ദേഹത്തോടെന്ന് ഞാൻ പറഞ്ഞു. അതെന്താണ് കാര്യം എന്ന് വെച്ചാൽ പിന്നെ അവരാണ് അതിനകത്ത് ഇപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ടത്. ഞാൻ ആ ക്യാബിനറ്റിലൊരു അംഗം മാത്രമാണ്. ആ ക്യാബിനറ്റിന് എടുത്ത തീരുമാനം ഒരു സബ് കമ്മിറ്റി വെച്ചിരിക്കുന്നു. ആ കമ്മിറ്റിയിൽ പറയേണ്ട നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾക്ക് എന്തൊക്കെ പറയാനുണ്ട്, ഒരു മന്ത്രി എന്നുള്ള നിലക്ക്, ക്യാബിനറ്റ് അംഗം എന്നുള്ള നിലക്ക് ഞാനെന്താണോ പറയേണ്ടത് ഞാനത് ക്യാബിനറ്റിൽ ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അത് വന്നതിന് ശേഷം മാത്രമേ അതിനകത്ത് അതെ ഞങ്ങൾക്കൊരു പ്രതിസന്ധി ആവില്ല. പിന്നെ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് കൃത്യമായ ക്ലാരിറ്റിയും അതെങ്ങനെ പറയണമെന്ന് പറയുന്നതുകൊണ്ടും നിങ്ങളത് പിന്നെ ചർച്ച ചെയ്യുന്നുള്ള സന്തോഷവും ഞാൻ അറിയിക്കുകയാണ്. അതത്ര റെലവൻ്റ് ആണെന്നുള്ളതുകൊണ്ടല്ലേ, അത് കുഴപ്പമില്ല. സബ് കമ്മിറ്റി തീരുമാനം വരുന്നതിന് മുമ്പ് തന്നെ UDF കൺവീനർ വാർത്താ സമ്മേളനം വിളിച്ച് പറയുന്നു സർക്കാർ PMCയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതൊരു വൈരുദ്ധ്യമായിട്ടുള്ള നിലപാടല്ലേ? അല്ല, ഞാൻ ചോദിക്കേണ്ട ഒരു കാര്യം, അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞു സബ് കമ്മിറ്റി പുറത്ത് വരുന്നവരെ പറയില്ല. ഒന്ന്, ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ഇപ്പോൾ പിന്നെ വല്ലാതെ മെഴുകിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തെ നേതാക്കന്മാർ ബ്രിട്ടസും ജലീലൊക്കെ അടക്കം ആളുകളോട് ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ മന്ത്രിസഭയിൽ ചെയ്ത പണി എന്താ? വളരെ കൃത്യമായി ഒരു സർക്കാർ ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിരിക്കുന്നു. അത് റിയാലിറ്റിയാണ്. സർക്കാർ നിങ്ങൾക്കാർക്കും അഭിപ്രായമുണ്ടോ ഒപ്പുവെച്ചില്ലാന്ന്? ഇടതുപക്ഷത്തിൻ്റെ അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഒപ്പുവെച്ചിരിക്കുന്നു. ഒപ്പുവെച്ചവരെ അഭിപ്രായം പറയാതെ ആ ഒപ്പ് മായ്ച്ചു കളയാൻ ഞങ്ങളോട് പറയുന്നത്. ഞങ്ങൾ അതിൽ നിന്ന് ഏത് തരത്തിലാണ് സ്റ്റേറ്റിൻ്റെ ഒരു മതേതര പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് അതിൽ ഇടപെടാൻ പറ്റുക എന്ന് പരിശോധിക്കാൻ ഞങ്ങൾ ചെയ്യുന്നത്. ഒപ്പുവെച്ചവരിപ്പോൾ രക്ഷപ്പെട്ടു. എന്നിട്ട് ഒപ്പുവെച്ചിട്ട് രണ്ടാമത് വന്ന സർക്കാരിലെ ഞങ്ങളോട് വന്ന് നിങ്ങൾ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ശിവൻകുട്ടി ഒപ്പുവെച്ചതല്ലേ? CPI അറിയില്ല എന്ന് പറഞ്ഞതല്ലേ?
ഇടതുപക്ഷത്തിന് അതിൽ റോളില്ലാന്ന് ഇടതുപക്ഷം CPM അടക്കം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് എന്താണ്? ആ ഒപ്പുവെച്ചത് ശരിയല്ല എന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിന്റെ ടെക്നിക്കാലിറ്റിയെ കുറിച്ച് സംസാരിക്കും, അതിന്റെ പൊളിറ്റിക്സ് സംസാരിച്ചത്. ടെക്നിക്കാലിറ്റിയെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ സബ് കമ്മിറ്റി പിന്മാറാമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പിന്മാറും? നിങ്ങൾ കുറച്ചുകൂടെ ഉറക്കത്തിൽ പറഞ്ഞാൽ കേന്ദ്രമന്ത്രി പിന്മാറുമെന്ന് ഞാൻ പറഞ്ഞ തീരുമാനം മാറുമോ? ഞാൻ ചോദിച്ച തീരുമാനം മാറുമോ? അതല്ലേ ഞാൻ സംസ്ഥാനങ്ങൾക്ക് പിന്മാറാമെന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ പിന്മാറും? ഞാൻ പറഞ്ഞത് എന്താണ് സഹോദര? ഞാൻ പിന്മാറോ ഇല്ലെന്ന് തീരുമാനിക്കാനല്ലേ സബ് കമ്മിറ്റി ഉണ്ടാക്കിയത്. സബ് കമ്മിറ്റി അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ അവിടെ വന്ന് വർത്താനം പറയാം? സബ് കമ്മിറ്റി അവിടെയല്ലേ ഉള്ളത്? ആ സബ് കമ്മിറ്റിയിലെ ക്യാബിനറ്റിനകത്തെ അംഗല്ലേ ഞാൻ. നിങ്ങൾ ഒച്ചത്ത് ചോദിച്ചാൽ ക്യാബിനറ്റിന് തീരുമാനം മാറ്റാൻ കഴിയുമോ? അതിൽ പൊളിറ്റിക്കൽ നേരത്തെ മിനിസ്റ്റർ സൂചിപ്പിച്ചത് ഇതിലൊരു രാഷ്ട്രീയ നിലപാടാണിത്. കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടു, ഇപ്പോൾ അതിലൊരു രാഷ്ട്രീയ നിലപാടാണെന്ന് പറഞ്ഞു. നേരത്തെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞ അത്ര ഗൗരവത്തിൽ രാഷ്ട്രീയ നിലപാട് പറയാൻ മുസ്ലിം ലീഗിന് കഴിയുന്നില്ല വിമർശനം. ഒറ്റ കാര്യം, രാഷ്ട്രീയ നിലപാടാണോ? അപ്പൊ അവർ ഒപ്പിട്ടതോ? ഒപ്പിട്ട് വസ്തുത നിലനിൽക്കുന്നു. നിങ്ങൾക്ക് അത് വസ്തുത നിലനിൽക്കൽ മാത്രം അല്ലേ? എന്നാൽ അതാണ് വസ്തുത. പറയട്ടെ മിസ്റ്റർ ഞാൻ നിങ്ങളത് കഴിയട്ടെ. എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ നിങ്ങളുടെ സീരിയസ് ആയിട്ട് പറയാണ്. ഒപ്പിട്ട സർക്കാർ, മുൻ സർക്കാർ അവിടെ നിൽക്കുന്നു. രണ്ടാമത് ഞാൻ പറഞ്ഞ കമന്റ് അല്ലെങ്കിൽ UDF പറഞ്ഞ കമന്റ്, അത് കമന്റുകളാണ്, പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. മറ്റത് സമീപനമാണ്, ഒരു സ്റ്റേറ്റ് എടുത്ത ഒപ്പുവെക്കലാണ്. രണ്ടും ഒരുപോലെയാ. അതിനല്ലേ സബ് കമ്മിറ്റി വെച്ചത്. എങ്ങനെയാണ് ആ തെറ്റിനെ തിരുത്തി അതിനെ ഞങ്ങൾക്ക് സ്റ്റേറ്റിന്, ഞാൻ പറഞ്ഞല്ലോ, സ്റ്റേറ്റിന്റെ ഒരു ഇൻട്രസ്റ്റിനെ എന്ന് വെച്ചാൽ അതിന്റെ ഒരു സെക്കുലർ പെർസ്പെക്റ്റിനകത്ത് എങ്ങനെയാണോ ആ തീരുമാനത്തെ കൊണ്ടുവരാനാവുക എന്ന് പരിശോധിക്കാനാണ് ഞങ്ങൾ സബ് കമ്മിറ്റി വെച്ചത്. അതിനിടയിൽ നിങ്ങൾ സബ് കമ്മിറ്റി അവിടെ നിന്നിരിക്കുന്നു, ഏതോ UDFന്റെ ആൾ പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ കൺവീനർ പറഞ്ഞിരിക്കുന്നു, ഞാൻ തീരുമാനം പറയണമെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ക്യാബിനറ്റിൽ എന്താ ഇരിക്കുന്നത്? ആ തീരുമാനം വരാതെ അതിന്റെ മെറിറ്റ്, അതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇറക്കില്ല. കാരണം ഞാൻ ക്യാബിനറ്റിൽ അംഗമാണ്. ഓക്കെ, ജോൺ ബ്രിട്ടാസിനെ കുറിച്ച് പ്രകീർത്തിച്ച് നിങ്ങൾ കേട്ടിരുന്ന? അയാളൊരു CPMന്റെ MP ആണ് സാർ. ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന മനുഷ്യനാണ് ഈ ഒപ്പുവെച്ചതിന്റെ പാലം. ഇടനിലക്കാരൻ ഷാജി അറിയാണ്ടല്ല, സ്വന്തം ഘടകകക്ഷിയായ CPI അറിയാതെ ഒപ്പുവെച്ചതിലെ പാലം. അയാൾ അതിന് വാങ്ങിയിട്ടുണ്ട് വല്ല ഏർപ്പാടുണ്ടെങ്കിൽ അത് അയാൾ അവിടെ പറയട്ടെ. ഒപ്പും വെച്ചിട്ട് ഉളുപ്പില്ലാതെ സംസാരിക്കുന്ന അയാളോട് രാഷ്ട്രീയം പറയാൻ എനിക്കൊരു താല്പര്യമില്ല. ആലോചിക്കാം നിങ്ങൾ. അതിനല്ലേ സബ് കമ്മിറ്റി ഉണ്ടാക്കിയത്. ആലോചിക്കാം. ഞാൻ ഇതിൽ നിന്ന് നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യത്തിൽ എന്ത് സ്റ്റേറ്റ്മെന്റാണ് എൻ്റെ അടുത്ത് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കണത്? ഒരിക്കലും ഞാൻ പറയാം അതിന്റെ മെറിറ്റിൽ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് തരാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ അത് ക്യാബിനറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിമർശിക്കുകയാണ് ചെയ്തത്. ജോൺ ബ്രിട്ടാസ് ഇടനിലക്കാരനായിട്ട് സർക്കാർ ഒപ്പുവെക്കുകയാണ് ചെയ്തത്. വിമർശനം ഒപ്പുവെക്കൽ ഒരുപോലെ കാണുന്നത് ഒരുപോലെ. ഞങ്ങളതിനെ റെക്ടിഫൈ ചെയ്യാൻ ഒരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കണു. ആ സബ് കമ്മിറ്റിയിലെ അംഗമാണ് ഞാൻ. നിങ്ങൾ എന്നെ എത്ര പ്രകോപിപ്പിച്ചാലോ ഞാൻ അതിലെന്റെ സ്റ്റേറ്റ്മെന്റ് പറയുന്നതായിരിക്കും. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് ഇതിനകത്ത് അതിന്റെ മെറിറ്റുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് എൻ്റെ ഒന്നും കിട്ടൂല. തല കുത്തി മറഞ്ഞാൽ കിട്ടൂല ഇപ്പം. എന്നാൽ സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരട്ടെ. നിങ്ങൾക്ക് ഇനിയും വരുമെങ്കിൽ ഞാൻ പറയാം. അപ്പം ഞാൻ പറയില്ല. ഇപ്പോൾ നിങ്ങൾ ഓർമ്മിട്ടാതെ ചോദിച്ചതിൻ്റെ പേരിലാണെങ്കിൽ ഞാൻ പറയണതല്ലോ, അദ്ദേഹമാണ് ഇതിനകത്ത് ഇടനിലക്കാരൻ. അതിന് അദ്ദേഹത്തിന് കിട്ടിയ ബെനിഫിറ്റ് എന്താണെന്ന് അയാൾ തീരുമാനിച്ചോട്ടെ. എനിക്കത് എൻ്റെ നിലപാട് അയാൾ ഞാൻ ചോദ്യം ചെയ്യാനായിട്ടില്ല. ആകുമ്പോൾ ഞാൻ പറഞ്ഞോളൂ. ഓക്കെ, താങ്ക് യു.